ഹായ് ഫ്രണ്ട്സ്, PSC ലേണിംഗ് ട്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 18-ന് നടക്കാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലന ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹോട്ട് ടോപ്പിക് റിവിഷൻ ക്ലാസ് 3-ാമത്തെ ദിവസമാണ്. കേരളത്തിലെ ആദ്യകാല പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 2021 മുതൽ 2025 വരെ നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓരോ ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിനോടനുബന്ധപ്പെട്ട SCERT അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുള്ള കണ്ടന്റുകളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, ശ്രീരംഗപട്ടണം ഉടമ്പടി. ഓപ്ഷൻ ഡി, ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടി ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള LGS ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചതിന് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്ന വർഷം 1792 ആണ്. 1792 മാർച്ച് 18-നാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ വർഷം. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് വിരാമമിട്ട ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്, അതായത് 1790 മുതൽ 1792 വരെയുള്ള വർഷങ്ങളിൽ നടന്ന മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് വിരാമമിട്ട ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇതിലെ പ്രധാനപ്പെട്ട പങ്കാളികൾ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കോൺവാലിസ് പ്രഭുവും തമ്മിലാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് കോൺവാലിസ് പ്രഭുവും ടിപ്പു സുൽത്താനും തമ്മിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത്. ഹൈദരാബാദ്, നിസാം, മറാത്ത സാമ്രാജ്യം എന്നിവരും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പ്രധാന വ്യവസ്ഥ: ശ്രീരംഗപട്ടണം ഉടമ്പടിയുമായി ബന്ധപ്പെട്ട പ്രധാന വ്യവസ്ഥകള് ടിപ്പു സുൽത്താന് തന്റെ രാജ്യത്തിന്റെ പകുതി ഭാഗം ബ്രിട്ടീഷുകാർക്കും സഖ്യകക്ഷികൾക്കും വേണ്ടി വിട്ടുകൊടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ മലബാർ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ അധീനതയിലേക്കായി. അതുപോലെ യുദ്ധനഷ്ടപരിഹാരമായി 3 കോടി രൂപ ബ്രിട്ടീഷുകാർക്ക് നൽകാൻ ടിപ്പു സുൽത്താൻ നിർബന്ധിതനായി. കരാർ ഉറപ്പാക്കാൻ തന്റെ 2 ആൺമക്കളെ ടിപ്പുവിന് ബ്രിട്ടീഷുകാർക്ക് ബന്ദികളാക്കി നൽകേണ്ടതായിട്ട് വന്നു. ഇതാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ. അടുത്തത് നോക്കിയേ, സെയിം ചോദ്യമാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആരാണ്? ഓപ്ഷൻ സി, ടിപ്പു സുൽത്താൻ. നമ്മൾ പഠിച്ചു, ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ആരായിരുന്നു? കോൺവാലിസ് പ്രഭുവും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് പറഞ്ഞു. അപ്പം ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുള്ള ഇന്ത്യൻ നാട്ടുരാജാവ് ആരാണ്? ടിപ്പു സുൽത്താൻ ആണ്. 1792 ആണ്. വർഷം ഓർത്തിരിക്കുക, മാർച്ച് 18. അടുത്ത ചോദ്യം ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയോട്ടി രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയോട്ടി രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി. ഉത്തരം ഓപ്ഷൻ എ, പഴശ്ശിരാജ. ഓപ്ഷൻ എ, പഴശ്ശിരാജ. കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് ശരിയായ പേര്. അതുപോലെ തന്നെ കോട്ടയം രാജകുടുംബാംഗമായിരുന്നു. അതുപോലെ തന്നെ പുരളിമലയിൽ കോട്ട കെട്ടി താമസിച്ചിരുന്നതിനാൽ പുരളീശന്മാർ എന്നും വിളിക്കപ്പെടുന്നുണ്ട്. കൊട്ടിയോട്ടി രാജ, പൈച്ചി രാജ, വീരകേരള സിംഹം എന്നിങ്ങനെയൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. ഒന്നാം പഴശ്ശി കലാപത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണെന്നുകൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. ഓപ്ഷൻ ബി ശ്രദ്ധിച്ചു നോക്കിക്കേ. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു എന്നതാണ്
പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഒന്നാം പഴശ്ശി യുദ്ധത്തിന് കാരണം തന്നെ എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു. അപ്പം ഓപ്ഷൻ ബി ആണ് കറുപ്പിക്കേണ്ടത്. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന വർഷം 1800-നും 1805-നും ഇടയിലാണ്. വയനാട് സ്വന്തമാക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണം. നായന്മാർ, മാപ്പിളമാർ, കുറിച്യർ, കുറുമ്പർ എന്നിവർ പഴശ്ശിയെ സഹായിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കൊട്ടിയോട്ടി ഒരു യുദ്ധം പഴശ്ശിയും അതുപോലെ തന്നെ ആദർ വെല്ലസിയും തമ്മിലായിരുന്നു. പഴശ്ശിരാജയാണ് അതിൽ വിജയിച്ചത്. പിന്നീട് പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലും, പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂര്, പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്, അതുപോലെ തന്നെ പഴശ്ശി സ്മാരക കോളേജ് പുൽപ്പള്ളിയിലാണെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, പഴശ്ശി കലാപം. ഓപ്ഷൻ എ, പഴശ്ശി കലാപമാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ, പഴശ്ശി കലാപം. അടുത്ത ചോദ്യം: അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, തിരുവനന്തപുരം. ഓപ്ഷൻ ഡി, തിരുവനന്തപുരം. അടുത്ത ചോദ്യം: പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ്? പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, എം ടി വാസുദേവൻ നായർ. ഓപ്ഷൻ എ, എം ടി വാസുദേവൻ നായർ. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്താണ് എം ടി വാസുദേവൻ നായർ. അടുത്ത ചോദ്യം: അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ബി, 1697. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എന്നാണ് 1697 അഞ്ചുതെങ്ങ് കലാപത്തിന്റെ വർഷം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെതിരെയുള്ള നാട്ടുകാരുടെ പ്രതിഷേധമായിരുന്നു അഞ്ചുതെങ്ങ് കലാപം. വേണാട് ഭരണാധികാരിയായിരുന്ന ഉമയമ്മ റാണിയിൽ നിന്നാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്തത്. കലാപം നടന്ന വർഷം നമ്മൾ പഠിച്ചു, 1697 പഠിച്ചു. പ്രധാന കാരണം എന്താണെന്ന് പഠിച്ചു. എന്താണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക കുത്തനെ ഉയർത്തിയതാണ് കാരണം. പിന്നെ അടുത്തത് അഞ്ചുതെങ്ങ്, അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, അഞ്ചുതെങ്ങ് കോട്ട പണിയാൻ അനുമതി നൽകിയത് ആരാണ്? ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണി എന്നാണ് അറിയപ്പെടുന്നത്. കോട്ട പണിയാൻ അനുമതി നേടിയെടുത്ത ബ്രിട്ടീഷുകാരനാണ് ജോൺ ബ്രാബോൺ. ജോൺ ബ്രാബോൺ. അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം 1695 1695 അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം. സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരത്ത് വർക്കലയിൽ നിന്നും 12 കിലോമീറ്റർ അകലെയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം: ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല? ഉത്തരം ഓപ്ഷൻ ഡി, അഞ്ചുതെങ്ങ്. ഓപ്ഷൻ ഡി, അഞ്ചുതെങ്ങ്. അടുത്ത ചോദ്യം: പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അഞ്ചരക്കണ്ടി. ഓപ്ഷൻ ഡി, അഞ്ചരക്കണ്ടി. അടുത്ത ചോദ്യം: എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഉത്തരം ഓപ്ഷൻ ഡി, തലശ്ശേരി. ഓപ്ഷൻ ഡി, തലശ്ശേരി. ആറ്റിങ്ങൽ കലാപത്തിന്റെ വർഷം 1721 1721.
അതുപോലെ തന്നെ ഡേറ്റ് ഏപ്രിൽ 15, അതുകൂടി ഓർത്തിരിക്കുക. 1721 ഏപ്രിൽ 15 ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഏപ്രിൽ 15. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. കൊല്ലപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് ആണ് അന്നത്തെ കലാപത്തിൽ കൊല്ലപ്പെട്ട പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. അതുപോലെ തന്നെ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. 1723 വേണാട് ഉടമ്പടിയുടെ വർഷം. 1723. അടുത്ത ചോദ്യം നോക്കാം. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. ഉത്തരം ഓപ്ഷൻ സി 1797. അടുത്തത് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്ന് ബന്ധപ്പെട്ടുണ്ടാക്കിയ കലാപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ് കലാപം. അടുത്തത് ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഉത്തരം ഓപ്ഷൻ ഡി പഴശ്ശി വിപ്ലവം. അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. നമ്മളിപ്പോൾ പറഞ്ഞു. ഉത്തരം ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. അടുത്ത ചോദ്യം ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഉത്തരം ഓപ്ഷൻ എ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഉത്തരം. അടുത്ത ചോദ്യം കുരുമുളക് ഒഴികെ മറ്റെല്ലാ വ്യാപാര പ്രവർത്തനങ്ങളും മലബാറിലെ ജോയിന്റ് സൗജന്യമായി പ്രഖ്യാപിച്ചു. ആരായിരുന്നു കമ്മീഷണർമാർ? കുരുമുളക് ഒഴികെ മറ്റെല്ലാ വ്യാപാര പ്രവർത്തനങ്ങളും മലബാറിലെ ജോയിന്റ് സൗജന്യമായി പ്രഖ്യാപിച്ചു. ആരായിരുന്നു കമ്മീഷണർമാർ? 1 ജൊനാഥൻ ഡങ്കൻ, അതുപോലെ തന്നെ 2 ചാൾസ് ബോർഡൻ. 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് കറുപ്പിക്കേണ്ടത്. ജൊനാഥൻ ഡങ്കനും അതുപോലെ തന്നെ ചാൾസ് ബോർഡനുമാണ് ഉത്തരം. അടുത്ത ചോദ്യം ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് എന്താണ്? മലബാറിനെ കുറിച്ചുള്ള ആദ്യത്തെ കൊളോണിയൽ റിപ്പോർട്ടായിരുന്നു. ശരിയാണ്. അതുപോലെ തന്നെ 1792-93 കൊണ്ടുവന്നത്. ശരിയാണ്. ഓപ്ഷൻ ഡി 1, 3 എന്നിവ മാത്രം എന്നാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിനു വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു? ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിനു വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പാക്കിയ പാശ്ചാത്യ രാജ്യം. ഉത്തരം ഓപ്ഷൻ ഡി പോർച്ചുഗൽ. അടുത്ത ചോദ്യം കുണ്ടറ വിളംബരം നടത്തിയ വർഷം. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി 1809. കുണ്ടറ വിളംബരം നടത്തിയ വർഷമാണ് 1809 ജനുവരി 11. കുണ്ടറ വിളംബരം 1809 ജനുവരി 11. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവയാണ്. വിളംബരം നടത്തിയ സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറ ഇളമ്പന്നൂർ ക്ഷേത്ര മൈതാനത്ത് വെച്ചായിരുന്നു. കുണ്ടറ വിളംബരത്തിന്റെ പ്രധാന ലക്ഷ്യം തിരുവിതാംകൂറിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെടുന്നതിനെതിരെ ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തുക, വിദേശ ഭരണത്തിൽ രാജ്യത്തിന് സംഭവിക്കാവുന്ന സാംസ്കാരികവും സാമ്പത്തികവുമായ തകർച്ചയെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നായിരുന്നു. അടുത്ത ചോദ്യം അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ബ്രിട്ടീഷുകാർ അധികാരത്തിൽ നിന്നും പിടിച്ചിറക്കിയത് എവിടെ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ചെങ്കോട്ട. അടുത്ത ചോദ്യം കേരളത്തിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ മാസ്റ്റർ റാൽഫ് ഫിച്ച്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഇംഗ്ലീഷുകാർ ആരംഭിച്ച
ആദ്യത്തെ പണ്ടകശാല ഏതാണ്? ഇംഗ്ലീഷുകാർ ആരംഭിച്ച ആദ്യത്തെ പണ്ടകശാല. ഉത്തരം ഓപ്ഷൻ എ വിഴിഞ്ഞം. ഓപ്ഷൻ എ വിഴിഞ്ഞം. അടുത്ത ചോദ്യം, അഞ്ചുതെങ്ങ് കോട്ട പണിത വർഷം ഏതാണ്? അഞ്ചുതെങ്ങ് കോട്ട പണിത വർഷം. ഉത്തരം ഓപ്ഷൻ സി 1695. 1695 അഞ്ചുതെങ്ങ് കോട്ട പണിതത്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ഫാക്ടറി എന്ന് പറയുന്നത് മസൂലി പട്ടണമാണ് 1611. അടുത്ത ചോദ്യം, ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം ഏതാണ്? ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി 1793 ടു 1797. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, കോട്ടയം യുദ്ധത്തിൽ പഴശ്ശിയെ പരാജയപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആദർ വെല്ലസി. ഓപ്ഷൻ ബി ആദർ വെല്ലസി. കോട്ടയം യുദ്ധത്തിൽ അഥവാ പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിയെ പരാജയപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈന്യാധിപൻ ആദർ വെല്ലസിയാണ്. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ പ്രശസ്തനായ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആദർ വെല്ലസി. അടുത്ത ചോദ്യം, പഴശ്ശി കലാപം അടിച്ചമർത്തിയ തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു? പഴശ്ശി കലാപം അടിച്ചമർത്തിയ തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി തോമസ് ബാർബർ. തോമസ് ബാർബർ 1805 നവംബർ 30 വയനാട്ടിലെ പുൽപ്പള്ളിക്ക് സമീപമുള്ള മാവിലാംതോട്ടിൽ വെച്ചാണ് പഴശ്ശി രാജാവിന്റെ മരണം സ്ഥിരീകരിച്ചതും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കാൻ നേതൃത്വം നൽകിയതും തലശ്ശേരി സബ് കളക്ടറായിരുന്ന തോമസ് ഹെർവി ബാർബർ ആയിരുന്നു. അടുത്ത ചോദ്യം, രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം. രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം ഓപ്ഷൻ സി 1800 മുതൽ 1805 വരെ. വയനാട് പ്രദേശം തങ്ങൾക്ക് വിട്ടുതരണമെന്ന ബ്രിട്ടീഷുകാരുടെ ആവശ്യത്തിനെതിരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം ആരംഭിച്ചത്. ഈ വിപ്ലവത്തിന്റെ അവസാനത്തോടുകൂടിയാണ് പഴശ്ശി രാജാവ് വീരമൃത്യു വരിച്ചത്. ഒന്നാം പഴശ്ശി കലാപം ഒത്തുതീർപ്പാക്കാൻ മധ്യസ്ഥത വഹിച്ചത് ആരെല്ലാമാണ്? ഒന്ന് ജൊനാഥ് ഡങ്കൻ, അതുപോലെ തന്നെ ചിറക്കൽ രാജാവ്. 1ഉം 3ഉമായിട്ടുള്ള ജൊനാഥ് ഡങ്കൻ, ചിറക്കൽ രാജാവ് എന്നിവരാണ് പഴശ്ശി കലാപം ഒത്തുതീർപ്പാക്കാൻ മധ്യസ്ഥത വഹിച്ചത്. ഓപ്ഷൻ എ ആണ് കറുപ്പിക്കേണ്ടത്. 1ഉം 3ഉം മാത്രം എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം, PSC പരീക്ഷകളിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ചില ചോദ്യങ്ങളാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഉത്തരം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരാണ്? ആദിത്യവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആദിത്യവർമ്മയാണ്. ശ്രദ്ധിക്കുക, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആദിത്യവർമ്മയാണ്. അടുത്ത ചോദ്യം, വയനാട്ടിലെ ആദിവാസികൾ ബ്രിട്ടീഷ് നികുതി നയത്തിനെതിരെ നടത്തിയ സമരം ഏതാണ്? കുറിച്യർ ലഹള. വയനാട്ടിലെ ആദിവാസികൾ ബ്രിട്ടീഷ് നികുതി നയത്തിനെതിരെ നടത്തിയ സമരം ഏതാണ്? ഉത്തരം കുറിച്യ ലഹള. അടുത്ത ചോദ്യം, കുറിച്യ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? രാമൻ നമ്പി. കുറിച്യ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ്. ഇവ ഇത്രയുമാണ് കേരളത്തിലെ ആദ്യകാല പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ പലതവണ പല രീതിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് പല രീതിയിലായിട്ട് നമ്മളോട് പ്രസ്താവന ടൈപ്പിലൊക്കെ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ചെയ്തത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്